വയനാട്ടിലെ വനാതിർത്തി പ്രദേശങ്ങളിൽ കന്നുകാലികളെ വിതരണം ചെയ്യുന്നത് കുറയ്ക്കണമെന്ന നിർദ്ദേശമുണ്ടെന്ന് തദ്ദേശ മന്ത്രി എം.പി. രാജേഷിന്റെ പ്രസ്താവന വിവാദത്തിൽ. വളർത്തുമൃഗങ്ങളെ കടുവയും പുലിയും കൊല്ലുന്നത് പതിവാണെന്ന് പറഞ്ഞപ്പോഴാണ് മന്ത്രിയുടെ വിവാദ നിർദ്ദേശം. ഇതോടെ സർവകക്ഷി യോഗത്തിൽ നിന്ന് UDF നേതാക്കൾ ഇറങ്ങിപ്പോയി. കന്നുകാലികളെ വളർത്തരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് എം.പി. രാജേഷ് പിന്നീട് വിശദീകരിച്ചു. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ എം.പി. രാജേഷ്, വനമന്ത്രി A.K. ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി K. രാജൻ എന്നിവർ സന്ദർശിച്ചു. വനപാലകർക്ക് മുളവടിക്ക് പകരം തോക്ക് നൽകണമെന്ന് കൊല്ലപ്പെട്ട അജീഷിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഫോറസ്റ്റുകാരിൽ വാച്ചേഴ്സ് ഉണ്ടാവില്ലേ, ഫോറസ്റ്റിന് ചുറ്റും നടക്കുന്നവർക്ക് അവരുടെ കയ്യിൽ എന്താ പറയോ, അവരുടെ ഒന്ന് ചേട്ടൻ മരിച്ചപ്പോ ആ ചേട്ടൻ്റെ തോക്കൊണ്ട് ചേട്ടൻ വെടിവെക്കാറുണ്ട്. ആ ഒരു ഫോറസ്റ്റ് ഓഫീസിന്റെ ആത്മരക്ഷയ്ക്ക് ഒരു തോക്ക് മുളവടി പോരാ, ഈ പടക്കം പോരാ, ഒരു തോക്കെങ്കിലും കൊടുക്കണം. ഈ ആനയുടെ ഇതൊക്കെ 10 ദിവസമായി ഇതുവരെ വെടിവെക്കാൻ പറ്റിയിട്ടില്ല ഈ മനുഷ്യർ ഗവൺമെന്റിന്. മനുഷ്യന്റെ പുല്ല് വില ഗവൺമെന്റ് കൊടുത്തേക്കുന്ന ഇവിടെ. പ്രശ്നം കന്നുകാലിയോ? സുരേഷ് താളൂർ CPIM, നൌഷാദ് അലി കോൺഗ്രസ്, സെബാസ്റ്റ്യൻ പാലാമ്പറമ്പിൽ മാനന്തവാടി അതിരൂപതാ വക്താവ്, സജി അജീഷിന്റെ ബന്ധു, മന്ത്രിമാരായ K. രാജനെയും A.K. ശശീന്ദ്രനെയും M.P. രാജേഷിനെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് അവരെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാം എന്ന് കരുതുന്നു. ആദ്യം അജീഷിന്റെ ബന്ധു സജിയിലേക്ക്. സ്വാഭാവികമായും ഇതാദ്യമായിട്ടാണ് മന്ത്രിമാർ വരുന്നത്. സജിയിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ആദ്യം നൌഷാദ് അലി, വൈകാരികമായ രംഗങ്ങൾ കുടുംബങ്ങളിൽ നിന്നുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. മന്ത്രി നിഷേധിച്ചിട്ടുണ്ട് ഈ കന്നുകാലികൾ അതിർത്തി പ്രദേശങ്ങളിൽ വളർത്തരുത് എന്ന ഒരു നിർദ്ദേശമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ അത് ഒരു സ്റ്റേറ്റ്മെൻറ്റായി താൻ പറഞ്ഞതല്ല എന്ന് മന്ത്രി നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന വിധം റിസോർട്ടുകൾ നിർമ്മിക്കരുത് എന്ന നിർദ്ദേശം ഉണ്ട് താനും. അത് ആവശ്യവുമാണ് എന്നുള്ളതാണ് യോഗം എടുത്തിട്ടുള്ള നിലപാടും. നൌഷാദ് അലി, ഇക്കാര്യത്തിൽ സർക്കാർ ശരിയായ വിധത്തിലാണോ മുന്നോട്ട് പോകുന്നത്? ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഞാൻ ഇതിനകത്തൊരു രാഷ്ട്രീയ കലർത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോൾ എലിയെ പേടിച്ച് ഇല്ലം ചൂടണമെന്നൊക്കെ പറയുന്നത് പോലെ മന്ത്രി ഇങ്ങനെ ഒരു ബാലിശമായൊരു പ്രസ്താവന നടത്തിയതിൻ്റെ സാങ്കത്യം മനസ്സിലാവുന്നില്ല. അദ്ദേഹം കുറേയൊക്കെ ലോജിക്കലായിട്ട് സംസാരിക്കുന്ന ഒരു മന്ത്രിയായിട്ടാണ് നമ്മളൊക്കെ കണ്ടുവരാറുള്ളത്. പക്ഷേ അദ്ദേഹം വരെ ഇങ്ങനെ പറയുമ്പോൾ അത് വലിയ നിരാശ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ശാസ്ത്രീയമായ ചില മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അവലംബിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്. കാരണം ഒരു മോഡേൺ ഫോറസ്റ്റ് മാനേജ്മെൻ്റ് ഒന്നും നമ്മുടെ ഇടയിലില്ല. 1972 ഇവിടെ നിയമം മൂലം മൃഗവേട്ടയൊക്കെ നിരോധിച്ചത്. അതിനുശേഷമുള്ള നമ്മുടെ കാടുകളുടെ അവസ്ഥയൊക്കെ അനിയന്ത്രിതമായി മൃഗങ്ങൾ പെറ്റുപെരുകുക, അവയുടെ അനുപാതത്തിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുണ്ടാവുക എന്ന വലിയ ഒരു കാര്യം നമ്മുടെ വനത്തിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ നോർത്ത് അമേരിക്കയിൽ മാനുകളെ നിയന്ത്രിക്കാൻ ഒരു കൂട്ടവേട്ട നടത്തിയിരുന്നു. അതുപോലെ തന്നെ യോർക്ക്ഷയറിൽ, അതുപോലെ നോർത്ത് ഇംഗ്ലണ്ടിൽ അവിടെ കുറുക്കന്മാരെ വേട്ടയാടുന്ന ഒരു 6 മാസത്തോളം നീണ്ട ഒരു പ്രക്രിയ നടത്തിയിരുന്നു. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഈ പ്രജനനം കൂടുന്ന കാടിന് താങ്ങാൻ കഴിയാത്ത എണ്ണം മൃഗങ്ങൾ വരുമ്പോൾ ഒരു റെഗുലേറ്റഡ് ഹണ്ടിങ് എന്ന ഒരു പ്രക്രിയ ശാസ്ത്രീയമായി അവലംബിക്കാറുണ്ട്. അത്തരം മാർഗങ്ങളിലേക്ക് നമ്മൾ അടിയന്തരമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം. അതാണ് പ്രാഥമികമായി താങ്കളുടെ നിലപാട്. ദയവായി തുടരുക ശ്രീ നൌഷാദ് അലി. ഇപ്പോൾ സെബാസ്റ്റ്യൻ പാലാമ്പറമ്പിൽ, മാനന്തവാടി അതിരൂപതാ വക്താവ് നമ്മോടൊപ്പം ഉണ്ട്. ഫാദർ സെബാസ്റ്റ്യൻ പാലാമ്പറമ്പിൽ, ഇന്നിപ്പോൾ മന്ത്രിമാരുടെ സംഘം സന്ദർശിച്ചു. എത്ര കണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലാണ് വയനാട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? ഉദാഹരണത്തിന് നമുക്ക് സമീപകാലത്തെ ഒരു കാര്യം എടുത്താൽ നാഗർഹോളയിൽ അവിടുത്തെ കുടക് ഏരിയയിൽ ജനങ്ങൾ കാട് തീ വെച്ച് നശിപ്പിച്ചു 10-12 കൊല്ലം മുമ്പ്. അപ്പോൾ ഈ ആനിമൽ മാൻ സംഘർഷം എന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ യുദ്ധം യഥാർത്ഥത്തിൽ മനുഷ്യരും വനം വകുപ്പും തമ്മിലായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള നാശനഷ്ടം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സമീപകാലത്തെ ദൃശ്യങ്ങൾ, വയനാട്ടിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെയും
വലിയ നിലയിൽ ആളുകൾ രോഷാകുലരാണ്. ഇന്നിപ്പോൾ മന്ത്രിമാർ വന്നപ്പോൾ അവസാനം ഒരു വീട്ടിലാണ് വലിയ നിലയിൽ മന്ത്രിമാരോട് കലഹിക്കുന്നതായി കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഈ പ്രശ്നം കൂടുതൽ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാതെ പരിഹരിക്കാനാവുക എന്നാണ് ഫാദർ സെബാസ്റ്റ്യൻ കരുതുന്നത്? നമസ്കാരം. ഞങ്ങളിന്ന് മന്ത്രിസഭ പ്രതിനിധികളുമായി മാനന്തവാടി രൂപതയും അതുപോലെ തന്നെ വയനാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധികളെല്ലാം ഒരുമിച്ച് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ജനങ്ങൾ വളരെ ഉത്കണ്ഠാകുലരാണ്. ആ ഉത്കണ്ഠ എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവഭയത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. കാരണം എപ്പോഴും എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ്. ഇന്ന് ഞങ്ങൾ മന്ത്രിസംഘത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മേപ്പാടിയിൽ 2 വീട്ടിൻ്റെ ഉള്ളിലാണ് പുലി പകല് കടന്നു വന്നത്. അപ്പം പകല് പോലും നട്ടുച്ചയ്ക്ക് പോലും വീടിൻ്റെ ഉള്ളിൽ ഈ പുലി അല്ലെങ്കിൽ വന്യമൃഗം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ സമയവ്യത്യാസം ഇല്ലാതെ തന്നെ ഏത് സമയത്തും വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിടാമെന്നുള്ള ഒരു പ്രാണഭയം നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയാണ്. ആരോടാണ് ഈ കാര്യങ്ങൾ പറയേണ്ടത്? ആരാണ് ഇതിനൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രതിവിധി പറയേണ്ടത്? ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ട് പരിഹരിക്കുന്നതാണോ, പ്രശ്നത്തിന് മുൻപ് അതിനുള്ള പരിഹാരങ്ങൾ തേടുന്നതാണോ ഉചിതം എന്നുള്ള വലിയ ഒരു പ്രശ്നം നിൽക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മളുടെ അധികാരികളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കത്തക്ക രീതിയിലുള്ള യാതൊരു ഇടപെടലുകളും ഉണ്ടാകാത്തതിൻ്റെ വെളിച്ചത്തിലാണ് ഒരുപക്ഷെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അല്ലെങ്കിൽ കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു നാടൻ ശീലിൻ്റെയൊക്കെ ഒരു അനുഭവത്തിൻ്റെ ബലത്തിൽ എന്നാൽ ഇവിടെയും ശാന്തമായ ഒരു പ്രതികരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ അധികാരികളുടെ മനസ്സ് തെളിയില്ല എന്നൊരു തോന്നലായിരിക്കാം ആളുകൾ കുറച്ചും കൂടി വൈകാരികമായി പ്രതികരിക്കുന്നതെന്നാണ് ഞങ്ങളുടെ വൈകാരികത സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെയും അവരുടെ ജീവനും സ്വത്തും അപകടത്തിലാകുന്നു എന്ന് കുട്ടികൾ സ്കൂളിൽ പോകുമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വൈകാരികതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് ഒരു കലാപമായി അല്ലെങ്കിൽ വലിയ നിലയിലുള്ള യുദ്ധമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആഭ്യന്തര സംഘർഷമായി മാറാതിരിക്കാൻ വേണ്ടി രൂപത എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നത് വളരെ പക്വതയോടുകൂടിയാണ് രൂപത അധ്യക്ഷൻ പ്രതികരിച്ചിട്ടുള്ളത്. മന്ത്രിമാരെ സന്ദർശിച്ചത് വൈകിയാണെങ്കിലും നല്ല കാര്യം എന്നാണ് മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നയിടം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻ ആണോ രൂപത ഇക്കാര്യത്തിൽ എടുക്കാറുള്ളത്? തീർച്ചയായിട്ടും. കാരണം രൂപതയെ സംബന്ധിച്ച് മനുഷ്യരുടെ നന്മ, അവരുടെ ജീവൻ, സമൂഹത്തിൻ്റെ പൊതു നന്മ, ഇതാണ് പ്രധാന വിഷയം. ഈ പൊതു നന്മ നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു കലാപത്തിൻ്റെ രീതിയിലല്ല, അതൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. യഥാർത്ഥത്തിൽ വികസനം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും എന്താണ്? സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് അവിടെ ഒരു വികസനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ അതൊരു പരസ്പര വിശ്വാസത്തിൻ്റെയും പരസ്പരം ഒരു അംഗീകാരത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ വേണം. ഇവിടുത്തെ മനുഷ്യർ, അധികാരികൾ വിശ്വാസത്തിലെടുക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന ഒരു തോന്നൽ നമ്മളുടെ ഭരണകൂടം ഈ ജനത്തിന് നൽകിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരാവുന്നതേ. ഞാനും സമ്മതിക്കുന്നു. സജി അജീഷിന്റെ ബന്ധു നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സജിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടികളടക്കം മന്ത്രിമാരോട് എന്താണ് ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് കണ്ടത്. തോക്ക് കൊടുക്കണം എന്ന ആവശ്യം. അപ്പോൾ മന്ത്രിമാർ പറയുന്നുണ്ട് അത് ഞങ്ങളല്ല ചെയ്യേണ്ടത്, കേന്ദ്ര സർക്കാരാണ് ചെയ്യേണ്ടത് എന്ന്. 10 ദിവസമായിട്ടും ഇപ്പോൾ ആനയെ വെടിവെക്കാൻ കഴിയാത്ത കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വോട്ട് ചോദിക്കാൻ വേണ്ടി ഇനി കാട്ടിലേക്ക് പോയാൽ മതി എന്ന ചിലർ നിർദ്ദേശിക്കുന്നതായി കണ്ടു. അത്തരം വൈകാരികത എന്തുകൊണ്ട് ശ്രീ സജി? ഇന്ന് 11 ദിവസമായി ഈ അജിയെ വേട്ടയാടിയിട്ട് ആന. ഈ 11 ദിവസമായിട്ടും ഈ ആനയെ ഒന്ന് മയക്കുവെടി വെച്ചിട്ട് മുത്തങ്ങ ക്യാമ്പിൽ കൊണ്ടുപോകുമെന്നാണ് അന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നത്. എന്നാൽ ഈ 11 ദിവസം കഴിഞ്ഞിട്ടും ആനയുടെ പുറകെ നടക്കുക, ആനേനെ പുറകെ നടന്ന് കർണാടക വനത്തിലേക്ക് ഓടിച്ചു നടക്കുന്ന അവസ്ഥയാണ് ഇവിടുത്തെ ഫോറസ്റ്റുകാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നു, ഈ ആനയെ വെടിവെക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ പറ്റൂല എന്നും പറഞ്ഞുകൊണ്ട് കർണാടക സർക്കാർ ഓർഡർ ഇട്ട് കൊടുത്തത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്താലും ഈ ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ആനയെ ഓടിച്ചോടിച്ച് കർണാടക അതിർത്തി കൊണ്ട് കർണാടകത്തിൽ കയറ്റി വിടും. ആന തിരിച്ച് വീണ്ടും വരുന്നു, കർണാടകയിൽ നിന്ന് തിരിച്ചു വരുന്നു. ഇന്ന് രാവിലെ പെരിക്കല്ലൂരിലെത്തി എന്ന് പറയുന്നു. ഈ ആനയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ളൊരു സംവിധാനം
ഈ സർക്കാരിന് ചെയ്തുകൂടെ? നിലവിൽ ഈ ആന ഇനിയും ആൾക്കാരെ, കേരളത്തിലെ ആളുകളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇങ്ങനെ ഉപദ്രവിച്ച് കഴിയുമ്പോൾ ഇനിയും ഒരു ജീവനും കൂടെ എടുക്കണോ? ഈ ആനയെ കൊന്നു കളയുന്നതിനുള്ള ഒരു തീരുമാനം സർക്കാരിന് എടുക്കാൻ കഴിയില്ലേ? ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയല്ലേ, ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ഒരാളല്ലേ? കളക്ടർക്ക് ഓർഡർ ഇടാലോ ഈ ആനയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. ഇനിയും പണ്ട് കാലത്ത് കാരണവന്മാർ പറയും, ഈ ഒരു ആന ഒരാളെ കൊന്നു കഴിഞ്ഞാൽ വീണ്ടും കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ചവിടെ വരുമെന്ന്. അതേപോലത്തെ ഒരു തിരിച്ചവിടെ വരുന്ന ഒരു അവസ്ഥ സംജാതമാവില്ലേ? ഈ ആനേൻ്റെ കൂടാതെ തന്നെ ഈ പടമല പള്ളിയുടെ സമീപം കടുവ ഓടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഒരു ചേച്ചി രക്ഷപ്പെട്ടേ ഉള്ളൂ, കഷ്ടി രക്ഷപ്പെട്ടേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കണം. പണ്ട് വയനാട് ജില്ലയിൽ കടുവകൾ അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോയി വിടുന്നതായിരിക്കും എന്നൊരു സംശയം പറഞ്ഞെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല. ഇന്നത്തെ അവസ്ഥ എന്താ? ഏത് മേഖലയിൽ നോക്കിയാലും ഏത് സ്ഥലത്ത് നോക്കിയാലും കടുവയും പുലിയും ഇറങ്ങുന്ന ഒരു അവസ്ഥ വന്നേക്കുക. എല്ലാവരുടെയും മൃഗങ്ങളെ പിടിച്ച് തിന്നുന്ന ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കടുവയും പുലിയും ആനയുമായിട്ട് വയനാട്ടിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? വയനാട് ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് കുടിയേറി പാർക്കേണ്ട അവസ്ഥയാണ് വന്നേക്കുന്നത്. ഇതിന് പരിഹാരം കാണണ്ടേ? അല്ലാണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഇത് എല്ലാം മരണവും കഴിഞ്ഞ് പിന്നെ ഒരു അന്വേഷണത്തിന് വേണ്ടി വരുന്നു. അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം ചിന്തിക്കട്ടെ, ഈ മാർച്ച് മാസം കഴിയുമ്പോൾ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വാൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. 30,000, 40,000, 50,000 അങ്ങനത്തെ ബില്ലുകൾ എഴുതിയെടുക്കുന്ന സിസ്റ്റം. എത്ര രൂപ ഈ ആനയെ പിടിക്കാൻ വേണ്ടിയിട്ട് നടത്തി ചെലവഴിക്കുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്? മാർച്ച് മാസത്തിൽ അന്വേഷിച്ചറിയാം. ഫോറസ്റ്റുകാർക്ക് ഈ ആനയും കടുവയും പുലിയും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അത് ഇറങ്ങുന്നത്? ഒരു തീറ്റ പോലും കാട്ടിലില്ല. ഉള്ള തേക്ക് മരത്തിന് ചപ്പില്ല. തേക്ക് തോട്ടാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാവും തൈകൾ, പ്ലാവും തൈകളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസയ്ക്ക് കൊടുക്കുന്നൊരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ കൊടുക്കുന്ന ഈ മാവും തൈകളും പ്ലാവും തൈകളൊക്കെ എന്തുകൊണ്ട് ഫോറസ്റ്റിൽ വെച്ച് പിടിപ്പിച്ചുകൂടാ? ഇതൊന്നും വേണ്ട. ജസ്റ്റ് കരിമ്പ് കൃഷി, ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കുറേ അനാഥമായി കിടക്കുന്ന ചതുപ്പ് നിലങ്ങളിൽ കരിമ്പ് കൃഷി നടത്തട്ടെന്നേ. അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് പച്ചക്കറികൾ എന്തോരം വേസ്റ്റ് ഒഴിവാക്കി കളയുന്നുണ്ട്. ഇത് കൊണ്ടുവന്ന് ഫോറസ്റ്റിൽ കൂടെ ഈ മഴക്കാലത്ത് കൊണ്ടിടട്ടെ, എന്തോരം പച്ചക്കറികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കരിമ്പ് കൃഷിയും കൂടെ നടത്തി കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്കുള്ള ഭക്ഷിക്കാനുള്ള സാധനങ്ങളാവുന്നുണ്ട്. അല്ലാണ്ട് ഈ കടുവകളും പുലികളും ആനകളും ഇറങ്ങി ജനങ്ങളുടെ വിളവ് നശിപ്പിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് എങ്ങോട്ടാണ് ജീവിക്കാൻ കഴിയുക? വയനാട്ടുകാർ ആനത്താരയും മറ്റും പദ്ധതിയായിട്ട് കൊണ്ടുവന്നുകൊണ്ട് വിദേശ പണം ഇവിടെ നിന്നും ഏറ്റെടുക്കുന്ന ഒരു പ്രവണതയുള്ള അതിനൊരു NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്, ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വയനാട് ജില്ലയിലുള്ള മുഴുവൻ ജനങ്ങളെ ആട്ടി ഓടിക്കാനുള്ള സംവിധാനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നീലഗിരിയിൽ നമ്മൾ അങ്ങനെ കേട്ടിരുന്നു. അവിടെ ഈ പ്രധാന ഹ്യൂമൻ സെറ്റിൽമെൻറ്റുകളായ ഗൂഡല്ലൂർ, പന്തല്ലൂർ, ചേരമ്പാടി, ദേവർശാല തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് അവിടെ മലയാളികളായിട്ടുള്ള കർഷകർക്കോട് വലിയ നിലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അവിടെ രാത്രികാലങ്ങളിൽ വിളക്ക് തെളിക്കാൻ പാടില്ല, കന്നുകാലി വളർത്താൻ പാടില്ല. അവർ അതിനുശേഷം വയനാട്ടിലേക്ക് തിരിച്ച് സെറ്റിൽ ചെയ്യാൻ വന്നു, ബത്തേരി, മേൽപ്പാടി ഭാഗത്തേക്ക് എന്നുള്ളതാണ്. ആ നിലയിലുള്ള തന്ത്രം ഇപ്പോൾ വയനാട്ടിൽ പ്രയോഗിക്കുന്നു. അതായത് ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ നിലയിലുള്ള തന്ത്രം വനം വകുപ്പ് പരീക്ഷിക്കുന്നുണ്ട് എന്നാണോ താങ്കളുടെ ആരോപണം? തീർച്ചയായും, ഒരു സംശയം വേണ്ട. നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വിദേശ പണം കിട്ടി ഇവിടുത്തെ കാട്ടിലുള്ള മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഇവിടെ കിട്ടുന്നുണ്ട്. അത് NGO മുഖേനയാണ് കിട്ടുന്നത്. ഈ കിട്ടുന്ന പൈസകൾ ഇവിടെ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗൂഢ സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിച്ച് വയനാട് ജില്ലയിലെ ആൾക്കാരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നേക്കുന്നത്. ഇത് ഇന്ന് അജീഷിന് സംഭവിച്ചാൽ നാളെ കഴിഞ്ഞ ദിവസം അജീഷ് സംഭവിച്ചു, പാക്കത്തുള്ള പോളിന് സംഭവിച്ചു. ഇനി അങ്ങോട്ട് വരുന്തോറും ഓരോരുത്തരും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾ ആലോചിച്ചോണം, ഇന്ന് പെരിക്കല്ലൂരിൽ വന്ന ആന നേരം വെളുക്കുമ്പോഴത്തേക്കും പള്ളിയിൽ പോകുന്ന ആരെങ്കിലും ഒരാൾ ഈ അപകടത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെയും എന്ത് ചെയ്യുന്നു? ഒരു ഉന്നതതല സംഘം വരുന്നു, പരിശോധനയ്ക്ക് വരുന്നു, അന്വേഷണത്തിന് വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MLA ഒക്കെ ഒരു മീറ്റിംഗ് വിളിച്ചായിരുന്നല്ലോ. ആ മീറ്റിങ്ങിൽ വെച്ചൊരു വ്യക്തമായൊരു തീരുമാനം ഉണ്ടാക്കി ഇവിടെ ഇന്നൊരു സംഘത്തെ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ വെച്ച് നടപ്പിലാക്കിയാൽ പോരായിരുന്നോ? പിന്നെ ഇങ്ങനെ ഒരു സംഘത്തെ വിട്ട് ഇവിടെ ഒരു പരിശോധനയ്ക്ക് വന്നിട്ട് എന്ത് കാര്യം? അന്ന് പറഞ്ഞ എഗ്രിമെൻറ്റുകളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പോരെ?
എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ജീവിക്കാൻ വയനാട് ജില്ലയിലെ ജനങ്ങളെ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. ശരി, ഇതിന് ദയവായി തുടരുക. ശ്രീ നൗഷാദ് അലി, താങ്കൾ എല്ലാവർക്കും പറഞ്ഞു വന്ന ഒരു താഴെത്തട്ട് പ്രധാനപ്പെട്ട മുതൽ പോയിന്റ് മുകൾത്തട്ട് ഈ വന്യമൃഗങ്ങളുടെ പോപ്പുലേഷൻ വലിയ നിലയിൽ കാടുകളിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ സജിയെ പോലുള്ള ആളുകൾ പറയുന്നത് ഈ ഫോറസ്റ്റ് ഓഫീസർമാർ ഈ WWF പോലുള്ള വലിയ ഏജൻസികളിൽ നിന്ന് വൻതുക അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വന്യമൃഗങ്ങളുടെ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുന്നത് എന്നും മാത്രമല്ല, അത് WWFന് ഒരു കണക്കും പാർലമെൻറ്റിൽ വേറൊരു കണക്കും നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുന്ന കണക്ക് വേറെയും എന്നുള്ളതാണ്. ഏതായാലും ഇതെന്തായാലും ഈ കാടിന് താങ്ങാൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പുണ്ട്. എല്ലാ ദിവസവും ഈ സംഘർഷമൊക്കെ നടക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും പുലിയും കടുവയും ഒക്കെ നാട്ടിലേക്ക് സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ നൗഷാദ് അലി, വെടിവെച്ച് കൊല്ലുക എന്നുള്ള നിർദ്ദേശം പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ വനനിയമത്തിനെതിരാണ്. തീർച്ചയായിട്ടും 1972 അത്തരമൊരു നിയമം വന്നത്. നമ്മുടെ ഒരു മനുഷ്യരാശിയുടെ ഒരു ചരിത്രം എടുത്താൽ ഹോമോസാപ്പിയൻസ് കാലം തൊട്ട് ഈ മൃഗവേട്ട ഭക്ഷണത്തിന് വേണ്ടി ഉള്ളതുണ്ട്. അത് പിൽക്കാലത്ത് സഫാരി വേട്ടകളും ട്രോഫി വേട്ടകളും ഒക്കെ ആയിട്ടൊക്കെ മാറി അതിനൊരു ദുരുപയോഗം ചെയ്ത് പല മൃഗങ്ങളും വംശനാശത്തിൻ്റെ വക്കിലേക്ക് പോയപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു നിയമം വന്നത്. പക്ഷേ അങ്ങനൊരു നിയമം പരിഷ്കൃത ലോകത്ത് പുരോഗമനപരമായ ചുറ്റുപാടിൽ പോകുന്ന രാജ്യങ്ങളിലൊക്കെയുണ്ട്. എന്നാൽ ഒരു റെഗുലേറ്റഡ് ഹണ്ടിങ്ങിലൂടെ കാടിൻ്റെ എക്കോസിസ്റ്റത്തെ നിയന്ത്രിച്ച് നിർത്താനുള്ളൊരു ഫോറസ്റ്റ് മാനേജ്മെൻറ്റും അവിടങ്ങളിലുണ്ട്. നിർഭാഗ്യവശാൽ നമുക്കതില്ല. ഇവിടെ നിങ്ങൾ കേരളത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ 29.1 കേരളത്തിൻ്റെ വനവിസ്തൃതി മൊത്തം ഭൂമിയുടെ. അപ്പോൾ 1/3 കേരളത്തിൽ വനമാണ് എന്ന് വേണേൽ പറയാം. ഈ വനത്തിനകത്ത് ആദിവാസികൾ ഉൾപ്പെടെ 5 ലക്ഷം പേരും വനത്തിൻ്റെ തൊട്ടുപുറത്ത് 35 ലക്ഷം മനുഷ്യർ വേറെയും താമസിക്കുമ്പോൾ കേരളത്തിലെ 10% വരുന്ന ജനസംഖ്യ ഈ വനവുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ മനുഷ്യരുടെ ജീവൻ, അവരുടെ സ്വത്ത്, അവരുടെ കൃഷിയിടം ഒക്കെ ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള ഗ്യാരണ്ടിയും ഇല്ലാതെ ഡെമോക്രസിൻ്റെ വാള് തലക്കുമുകളിൽ തൂങ്ങിക്കിടക്കും പോലെ അവരിങ്ങനെ ജീവിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത് കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാകേണ്ട വിഷയമാണ്. അവിടെ നമ്മൾ അലംഭാവമില്ലാതെ പെരുമാറേണ്ടതുണ്ട്. അതുകൊണ്ട് കേരളം ഇന്ത്യക്ക് മാതൃക കാണിക്കണം. ഈ മോഡേൺ ഫോറസ്റ്റ് സയൻസൊക്കെ നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ സമീപ സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് കേരളം നടത്തി അതിനുവേണ്ടി ശബ്ദമുയർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടി നികേഷെ കൂട്ടിച്ചേർക്കാം. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്താൽ നമ്മുടെ കേരളത്തിൽ 3 ദിവസത്തിൽ ഒരാൾ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരിക്കുന്നു. ദിവസം 2 പേർക്ക് പരിക്കേൽക്കുന്നു. എത്രയോ കൃഷിയിടങ്ങളും നമ്മുടെ മറ്റ് മൃഗങ്ങളും ഒക്കെ മരിച്ചു പോകുന്നു, നമ്മുടെ വളർത്തു മൃഗങ്ങളൊക്കെ. ഇതിൻ്റെ നഷ്ടപരിഹാരം എന്ന ഒരു മേഖല വലിയ ദുരന്ത പര്യവസായിയാണ്. 10,000-കണക്കിന് ആളുകളാണ് അപേക്ഷ നൽകിയിട്ട് ഇതുവരെ നഷ്ടപരിഹാരം ലഭിക്കാതെയൊക്കെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് വലിയ തോതിലുള്ള ഒരു ദുരന്തപൂർണമായ ഒരു ചുറ്റുപാടിനെയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവൃതമാക്കുന്നത്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഷ്ട്രീയം കലർത്താനാവില്ല ആർക്കും, താങ്കൾക്കുമാകില്ല. ഇപ്പോൾ UDF വന്നാലും LDF വന്നാലും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാനാകൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊലയാളി ആനയെ നമ്മൾ പിന്തുടരുന്നു എന്നല്ലാതെ നമുക്ക് വെടിവെച്ച് കൊല്ലാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മുടെ നിയമത്തിലെ പരിമിതികളിൽ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നൗഷാദ് അലിയിലേക്ക് വരാം. ഇപ്പോൾ MP രാജേഷ്, തദ്ദേശ മന്ത്രി. ശ്രീ MP രാജേഷ്, താങ്കളുടെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. കന്നുകാലികളെ പുലിയും കടുവയും കൊല്ലുന്നത് പതിവാകുന്നു എന്നുള്ള പരാതി ഉയരുമ്പോൾ വനാതിർത്തി പ്രദേശങ്ങളിൽ കന്നുകാലികളെ വിതരണം ചെയ്യുന്നത് കുറയ്ക്കണം എന്നുള്ള നിർദ്ദേശം താങ്കൾ പങ്കെടുത്ത യോഗത്തിൽ ഉയർന്നു വരികയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത് സാധ്യമാണോ? അല്ല, ആ തെറ്റായ വാർത്ത, വ്യാജ വാർത്ത ഇതുവരെ സംസ്കരിച്ചില്ലേ? ഇപ്പോഴും അതുകൊണ്ട് തന്നെ നടക്കുകയാണോ? ഞാൻ അപ്പം തന്നെ വ്യക്തമാക്കിയതാണല്ലോ ഇത് തെറ്റാണെന്നും അങ്ങനെ ഒരു തീരുമാനമേ ഇല്ല, അങ്ങനെ സർക്കാർ ഉദ്ദേശിക്കുന്നുമില്ല എന്ന്. ഇപ്പൊ എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത്, കന്നുകാലികളെ വളർത്തുന്നത്, അതുപോലെ തന്നെ ഇനിയും വളർത്താം എന്ന് ഈ വാർത്ത പ്രചരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വ്യക്തത വരുത്തിയതാണ്. ഒരു തെറ്റിദ്ധാരണയും ആളുകളുടെ ഇടയിൽ അവശേഷിക്കരുത് എന്നതുകൊണ്ട്. എന്നിട്ട് ഇപ്പൊ മണിക്കൂർ എത്രയായി, ഇപ്പോഴും ആ വ്യാജ വാർത്തയും കൊണ്ടാണോ നടക്കുന്നത്? അല്ല, അങ്ങനെ ഒരു നിർദ്ദേശം യഥാർത്ഥത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടോ? ഇന്ന് 28 കാര്യങ്ങൾ അവിടെ തീരുമാനമെടുത്തു. വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ നിർദ്ദേശം ഉണ്ടായിരുന്നു, അത് അംഗീകരിച്ചിട്ടില്ല. അത് തള്ളിക്കളഞ്ഞ നിർദ്ദേശമാണ്. അത് സ്വീകാര്യമല്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്.
നോക്കൂ അപ്പൊ നമ്മ- അതല്ല അല്ല ആ 28 കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണ്ടി ചോദിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ വനാതിർത്തിയിലൊക്കെ പോയി ജീവിക്കുന്നവർ സാധാരണക്കാരായിട്ടുള്ള കർഷകരായ ആളുകളായിരിക്കും. അവർ കന്നുകാലികളെ വളർത്തി പാലൊക്കെ വിറ്റിട്ടായിരിക്കും അവരുടെ കുട്ടികളെ അല്ല വിദ്യാഭ്യാസത്തിനായി. അതുകൊണ്ടല്ലേ അത് അംഗീകരിക്കാത്തത്. ആ പിന്നെ കൂടുതൽ പരത്തുന്നത് അല്ല അങ്ങനെ ഞാൻ അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത് വെച്ചാൽ തദ്ദേശ വകുപ്പാണ് സാധാരണഗതിയിൽ കന്നുകാലികളെയൊക്കെ അല്ലെങ്കിൽ ആടിനെയൊക്കെ വിതരണം ചെയ്യുന്നത്. അപ്പൊ തദ്ദേശ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ആ എന്റെ ചോദ്യത്തിന് ഭാഗത്തു ഉത്തരം നിന്നുണ്ടായതല്ല. ആ. ഞങ്ങളുടെ മുമ്പിൽ വന്നൊരു നിർദ്ദേശം, ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടെന്ന് അവിടെ യോഗത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ തദ്ദേശ വകുപ്പ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല, അംഗീകരിക്കുന്നുമില്ല. അങ്ങനെ ഒരു നിർദ്ദേശം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അത് അംഗീകരിക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നു, അത് തള്ളിക്കളഞ്ഞതാണ്. ഉം. വനം വകുപ്പ് അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പുലിയും കടുവയും ഒക്കെ വരുന്നത് നോക്കൂ, അത് എത്ര കണ്ട് യുക്തിസഹമാണ്. പുലിയും കടുവയും വരുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ആടുമാടുകളെ പിടിക്കാനാണെന്ന് വാദിച്ചാൽ തന്നെ, അങ്ങനെയാണെങ്കിൽ ആന വരുന്നതോ? അല്ല, നമ്മളത് അപ്രസക്തമായ ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നം സർക്കാരിന്റെ മുമ്പിലില്ല. സർക്കാർ അങ്ങനെ കാര്യം അംഗീകരിക്കുന്നില്ല. പിന്നെ ഇതിനാണ് അത് ചർച്ച ചെയ്യുന്നത്. അല്ല അതാണ് ഈ വനം വകുപ്പ് അവിടെ കർഷകര് രോഷം കൊള്ളുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ വനം വകുപ്പ് യുക്തിസഹമല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് കൂടിയല്ലേ എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പോ അവിടെ തീരുമാനിച്ചത് 28 കാര്യങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇങ്ങനൊരു കാര്യമേ അവിടെ തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ എടുത്ത തീരുമാനത്തെ കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്. കാരണം ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും അതിനെക്കുറിച്ചല്ലല്ലോ സംസാരിക്കേണ്ടത്. എടുത്ത തീരുമാനം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ യോഗത്തിലെടുത്ത തീരുമാനം ഏതാണ്ട് 15ഓളം കാര്യങ്ങൾ തീരുമാനമായ ശേഷമാണ് ഇന്നത്തെ യോഗം ചേരുന്നത്. ബാക്കി കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് നടപ്പാക്കാനുള്ള ക്രമീകരണവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇക്കാര്യങ്ങളെല്ലാം എടുത്ത തീരുമാനങ്ങൾ നടപ്പാകുന്നു എന്ന് ഉറപ്പാക്കാൻ ഒരു ജനകീയ മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് ഈ കാര്യങ്ങൾ യോഗം ചേർന്ന് വിലയിരുത്താം. അവർക്കായിരിക്കും അതിന്റെ മേൽനോട്ടം. അത് ജില്ലാ തലത്തിലുമുണ്ട്, പഞ്ചായത്ത് തലത്തിലുണ്ട്, വാർഡ് തലത്തിലുണ്ട്. പൂർണ്ണമായും ജനകീയ മേൽനോട്ടത്തിന് കീഴിൽ ഈ പ്രവർത്തനങ്ങൾ അവിടെ മോണിറ്റർ ചെയ്യപ്പെടും. നോക്കൂ, ഇതിനകത്ത് വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന വിധം റിസോർട്ടുകൾ നിർമ്മിക്കരുത്, ഇത്തരത്തിലുള്ള റിസോർട്ടുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് പറയുന്ന ഒരു നിർദ്ദേശം കണ്ടു. അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് അല്ലേ? അതുണ്ട്. അത് തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് വന്യമൃഗങ്ങളെ അതായത് ഇപ്പൊ നമ്മള് അവിടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു കാര്യം, ഈ ആളുകൾ ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ ബോർഡ് വെക്കും, ഇവിടെ വന്നാൽ വന്യമൃഗങ്ങളെ കാണാം എന്ന്. എന്നിട്ട് വന്യമൃഗങ്ങളെ ആകർഷിക്കാനുള്ള ചില ഏർപ്പാടുകൾ അവർ നടത്തുന്നു അവിടേക്ക്, ആ ഭാഗത്തേക്ക്. അതില് ഈ ഉപ്പ് വിതറി ആനയെ ആകർഷിക്കാനൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത്തരം നീക്കങ്ങൾ ആദ്യം മുൻകൂർ നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാടില്ല എന്നുള്ളത്. അത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ ഈ സംഘത്തിലുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, വനം മന്ത്രിയോടാണ് ചോദിക്കേണ്ടത്. നോക്കൂ, നമ്മുടെ വയനാടൻ കാടിൽ അവിടെ അക്കേഷ്യ, യുക്കാലിപ്റ്റസ്, തേക്ക് തുടങ്ങിയ പ്ലാന്റേഷനുകളുണ്ട് എന്നും 14% കാട്ടിൽ, അതായത് വയനാടൻ കാട്ടിൽ 14% ഇങ്ങനെയുള്ള പ്ലാന്റേഷനാണ് എന്ന് പറയുന്നു. അതിനൊന്ന് അടിയിൽ ഒരു പുല്ലുപോലും മുളയ്ക്കില്ല എന്നുള്ള അവസ്ഥ. സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ യഥാർത്ഥത്തിൽ വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നും അതുകൊണ്ടാണ് കുറച്ചുകൂടി ഇപ്പോൾ കർണാടകൻ അതിർത്തിയിലൊന്നും തന്നെയും ഇപ്പോൾ തീർത്തും മഴയില്ലാത്ത അവസ്ഥയുണ്ട്. അവിടെ ഒന്നും തന്നെയും ഈ മരത്തിൽ പച്ചിലയില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഒരു അർദ്ധഹരിത മേഖലയായിട്ടുള്ള വയനാടൻ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ എത്തിച്ചേരുന്നത് എന്നൊക്കെയുള്ള തിയറിയുണ്ട്. അപ്പോൾ ഇത്തരം ഈ പ്ലാന്റേഷനുകളൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ അതൊരു ആശയമായിരിക്കും, പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രായോഗികമാണോ? അത് ഇവിടെ ഉന്നയിച്ച കാര്യം അവിടുത്തെ പ്രശ്നത്തിൽ ചർച്ചയായിട്ട് അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തന്നെ എടുത്തൊരു തീരുമാനം, വനത്തിലെ ആവാസ വ്യവസ്ഥ പുഷ്ടിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അവിടെ വെള്ളം മറ്റും അതുപോലെ തന്നെ ആവശ്യത്തിന് തീറ്റ ലഭ്യമാക്കാൻ ഉള്ള അസാധ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കണ്ടത് തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് കുളങ്ങൾ നിർമ്മിക്കുക, നീർച്ചാലുകളിൽ തടയണ നിർമ്മിക്കുക, അതുവഴി വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നത് ഇന്ന് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. നോക്കൂ, അധിനിവേശ സസ്യങ്ങളെ കുറിച്ചും അങ്ങനെ നിരവധിയായിട്ടുള്ള ആശയങ്ങൾ. അധിനിവേശ സസ്യങ്ങളുടെ കാര്യത്തിൽ സെന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങൾ
നശിപ്പിക്കാനും സമയബന്ധിതമായിട്ടൊരു പദ്ധതി നടപ്പാക്കണമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതൊക്കെ സാധ്യമാണോ? അത് നമ്മൾ കാട്ടിലേക്ക് പോകുന്നു. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ നമുക്ക് എന്തായാലും ഇത് ചെയ്തേ പറ്റൂ. അതാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഒറ്റയടിക്ക് ഏതാനും മാസങ്ങൾ കൊണ്ടോ ഒക്കെ ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമല്ല. കുറച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രം സാധ്യമാവുന്ന കാര്യമാണ്. ഒരു കാട്ടാന യഥാർത്ഥത്തിൽ ഒരാളെ കൊന്ന് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നാലെ ദൗത്യസംഘം ഇന്നിപ്പോൾ വൈകാരികമായ രംഗങ്ങൾ താങ്കൾ അടക്കം ഉള്ള മന്ത്രിസംഘത്തിന് കാണേണ്ടി വന്നല്ലോ. പലയിടത്തും ചിലയിടത്തും രോഷം, ചിലയിടത്തും സങ്കടം എന്ന നിലയിൽ. സ്വാഭാവികമാണല്ലോ, ആള് മരിക്കുമ്പോൾ നഷ്ടപ്പെട്ടവർക്ക് അതിന്റെ വേദന ഉണ്ടാവും. ആ വേദന പല നിലയിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം. നമ്മളാണെങ്കിലും ഒരുപക്ഷെ അത് ഇത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പ്രകടിപ്പിച്ചെന്ന് വരാം. അതിനെ അങ്ങനെ മാത്രം എടുക്കേണ്ടത്. ഏറ്റവും ഒടുവിലായി തദ്ദേശ മന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലുള്ള മേഖലകളായിരിക്കും ഈ വനാതിർത്തിയിലൊക്കെ ഉണ്ടാവുക. അവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടിയേറ്റ കർഷകരാണുള്ളത് എന്നുള്ളതാണ്. തദ്ദേശ മന്ത്രി എന്നുള്ള നിലയിൽ അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ, വിഷമം എങ്ങനെയാണ് മന്ത്രി മനസ്സിലാക്കിയത്? വളരെ എന്താ പറയാ, വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഒരു അരക്ഷിതാവസ്ഥ അവർ നേരിടുന്നുണ്ട് എന്നത് ശരിയാണ്. കാരണം ഏത് സമയവും വന്യജീവി ആക്രമണം ഉണ്ടാവാമെന്നൊരു സ്ഥിതി. വൈകുന്നേരമായാൽ ഇരുട്ട് വീണു തുടങ്ങിയാൽ പുറത്തിറങ്ങാൻ തന്നെ കഴിയാത്ത സാഹചര്യം, ഇത്തരമൊരു സ്ഥിതിയുണ്ട്. ഒപ്പം കൃഷിക്ക്, വിളകൾക്ക് ഒക്കെ നാശമുണ്ടാക്കുന്നു. അത് നമ്മൾ ഒരുപക്ഷെ നഗരത്തിലോ മറ്റോ ജീവിക്കുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥയെ അവര് അഭിമുഖീകരിക്കുന്നുണ്ട്. ആ ഗൗരവത്തിൽ സർക്കാർ അതിനെ കാണുന്നു. അവർക്കൊപ്പം സർക്കാരുണ്ട്. ഇന്ന് നിലവിലുള്ള നിയമത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള പരിമിതികൾ എല്ലാവർക്കും അറിയാമല്ലോ. നികേഷ് തന്നെ ഇപ്പൊ ആ നിയമത്തെക്കുറിച്ചാണ്, നിയമത്തിന്റെ പരിമിതികളെ കുറിച്ചാണ് തുടക്കത്തിൽ പറഞ്ഞത്. അതിനകത്ത് നിന്നുകൊണ്ട് പരമാവധി സർക്കാർ ഇവർക്കൊപ്പം നിൽക്കും. സർക്കാർ അവരെ കൈവിടുന്ന പ്രശ്നമേ ഇല്ല, അവരെ ചേർത്ത് പിടിക്കും. ഇന്നിപ്പോൾ അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം ആവശ്യമായ നിയമ ഭേദഗതികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം കേന്ദ്രത്തിൽ ചെലുത്തുകയും ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ച പ്രമേയം ആവശ്യമായ നിയമ ഭേദഗതികൾക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നതാണ്. ചട്ടം 118 അനുസരിച്ചുള്ള പ്രമേയം നിയമസഭ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ കൂടി അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം കേരളത്തിൽ മാത്രമുള്ളതല്ല. നമ്മളിപ്പോൾ കേരളത്തിൽ ഇത്ര ഗൗരവമായിട്ട് ഇത് ചർച്ച ചെയ്യുന്നു. വയനാട്ടിൽ മന്ത്രിതല സംഘമൊക്കെ പോകുന്നു, ഇടപെടുന്നു, സർക്കാർ പെട്ടെന്ന് തന്നെ സഹായം എത്തിക്കുന്നു. എന്നാൽ രാജ്യം മുഴുവൻ ഈ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ കാണണം. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ടതാണ്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി വരുത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ആ കേന്ദ്ര സർക്കാരിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ എല്ലാവരും മുന്നോട്ട് വരണം. ഇവിടെ വെറുതെ തർക്കിച്ചു നിന്ന് സമയം പാഴാക്കുക, രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ, രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേറെ മാർഗങ്ങളൊക്കെ അവലംബിക്കാവുന്നതാണ്. മനുഷ്യരൊരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സമയത്ത് അതിന്റെ പേരിൽ തർക്കിക്കുകയും ഇറങ്ങിപ്പോവുകയും ഭിന്നിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങേയറ്റം ഖേദകരമാണ്. അതല്ല ജനം പ്രതീക്ഷിക്കുന്നത്. അപ്പൊ സർക്കാർ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഈ സാഹചര്യത്തെ നേരിടാനാണ് ശ്രമിക്കുന്നത്. നോക്കൂ, ഇവിടെ വനം വകുപ്പിനെതിരായിട്ടുണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ തൊട്ട അതിർത്തിയിൽ തന്നെ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വനാതിർത്തിയിൽ ആടുമാടുകൾ പ്രോത്സാഹിപ്പിക്കരുത് എന്നുള്ള ഒരു വനം വകുപ്പിൻ്റെ നിർദ്ദേശം, അത് സ്വാഭാവികമായും മന്ത്രി എന്നുള്ള നിലയിൽ സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ഒരു ക്യാമ്പയിൻ സബ്ജക്റ്റാണെന്ന് തോന്നാം. ഒരുപക്ഷെ ആ നിലയിൽ തർക്കിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് നീലഗിരിയിലെ ഒരു കാര്യം ഞാൻ നേരത്തെ ചർച്ചയിൽ, താങ്കൾ ഈ പങ്കെടുക്കുന്നതിന് മുമ്പ് ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കേണ്ട, അവിടെ ഈ ഗൂഡല്ലൂർ, പന്തല്ലൂർ, ചേരമ്പാടി, ദേവർശാല തുടങ്ങിയ ഇടങ്ങളിൽ കർഷകരോട് പറഞ്ഞിരിക്കുന്നത് അവർ രാത്രി ലൈറ്റ് ഇടാൻ പാടില്ല, കന്നുകാലിയെ വളർത്താൻ പാടില്ല എന്നുള്ളതാണ്. അവരെ അവിടെ നിന്ന് പുറത്ത് ചാടിക്കുക എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമോ? അങ്ങനെ വയനാടിനെ നശിപ്പിക്കാൻ ഇവർ ഒരുങ്ങുമോ എന്നുള്ള സ്വാഭാവികമായ ആശങ്ക അവരിൽ ഉണ്ടാകാം. ആശങ്കയ്ക്ക് ഒരടിസ്ഥാനവുമില്ല എന്ന കാര്യം ഈ ചർച്ചയിൽ ഏതാനും മിനിറ്റ് കൊണ്ട് പലതവണ ഞാൻ വ്യക്തമാക്കി. നികേഷിന് അത് മനസ്സിലാവാത്തതുകൊണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതോ ഒരു തരത്തിലും ആശങ്കയ്ക്ക് അറുതി വരരുതെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഞാനിവിടെ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞത്. കർഷകർക്കെതിരായ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഇതേപോലെ ആശങ്ക നിങ്ങൾ എല്ലാവരും കൂടി ബഫർ സോൺ കാലത്ത് സൃഷ്ടിച്ചതാണല്ലോ. അവസാനം എന്തായി? സർക്കാർ എടുത്ത നിലപാട്, സർക്കാർ അന്ന് കൃഷിക്കാരുടെ കൂടെ ഉറച്ചു നിന്നു.
പല തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടന്നു. അതിന് ഒന്നും കൂസാതെ സർക്കാർ കൃഷിക്കാർക്ക് വേണ്ടി നിന്നു. അവസാനം സർക്കാർ പറഞ്ഞെടുത്ത കാര്യങ്ങൾ എത്തിയില്ലേ? അപ്പോൾ സർക്കാർ കൃഷിക്കാരുടെ കൂടെയാണ് ഈ പ്രശ്നത്തിലെന്നല്ല ഏത് പ്രശ്നത്തിലും. അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ദയവായി ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കരുത്. ആ തെറ്റിദ്ധാരണയൊക്കെ സൃഷ്ടിച്ചാലും അത് അല്പായുസാണ്. കൃഷിക്കാരുടെ കൂടെ കരം പിടിച്ചുകൊണ്ട് ഗവൺമെന്റ് ഒപ്പം ഉണ്ടാവും. അവരെ കൈവിടുന്ന പ്രശ്നമേ ഇല്ല. നന്ദി ശ്രീ എം പി രാജൻ. ശ്രീ നൗഷാദ് അലി, നോക്കൂ, എൻ്റെ മുന്നിൽ ഏറ്റവും അവസാനം വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ള പുനലൂർ, കണ്ണൂർ എയർപോർട്ട്, വെള്ളാനിക്കര തുടങ്ങിയ മേഖലകളിലെ താപനിലയാണ്. അതായത് 37-37.5 എത്തിയിരിക്കുന്നു. നമ്മുടെ താപമാപനിയിൽ കാണിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും സ്വാഭാവികമായിട്ടും വരണ്ട പ്രദേശങ്ങളിലൊക്കെ തന്നെയും ചൂട് എന്നുള്ളതാണ്. അപ്പോൾ കാട്ടിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുമ്പോൾ, വെള്ളം കിട്ടാതാകുമ്പോൾ, വെള്ളം കിട്ടുന്ന മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ സ്വാഭാവികമായി വരും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥ തന്നെ ഒരുപക്ഷെ നിയന്ത്രണാതീതമാണ്. നാളെ മറ്റൊരു അനിഷ്ട സംഭവം ഉണ്ടായാൽ ഇതിനേക്കാൾ കൂടുതൽ, നോക്കൂ, ഇത് താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമാണ്. ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ വീട്ടിലൊരാളെ നഷ്ടപ്പെട്ട എനിക്ക് വികാരം ഉണ്ടാകും. ആ നിലയിൽ വൈകാരികമായി ഞാൻ പ്രതികരിക്കും. എൻ്റെ സമൂഹത്തിൻ്റെ പ്രശ്നത്തിനോടും ഞാൻ വൈകാരികമായി പ്രതികരിക്കും. അപ്പോൾ ഇതൊരു ഒരു ആഭ്യന്തര സംഘർഷമായി മാറാതിരിക്കാൻ എന്താണ് വേണ്ടത് ശ്രീ നൗഷാദ് അലി? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയാതീതമായ പ്രശ്നമാണ് എന്നുള്ളത് ശരിവെക്കുമ്പോൾ തന്നെ നമ്മുടെ ഭരണാധികാരികൾക്കും ഭരണകൂടത്തിനൊക്കെ ചില പ്രാഥമികമായ കടമകളുണ്ട് നികേഷ്. അത് നമ്മൾ വിസ്മരിക്കരുത്. അതും ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ആനയുടെ സാന്നിധ്യം, നമ്മുടെ അജീഷിനെ കൊന്ന ആനയുടെ സാന്നിധ്യമൊക്കെ ആഴ്ചകൾക്ക് മുമ്പേ നമ്മൾ തിരിച്ചറിഞ്ഞതും അത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിവുള്ളതുമാണ്. ഈ റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ച ആന എന്ന് പറഞ്ഞാൽ അത് ഈ സാറ്റലൈറ്റുമായി ബന്ധിതമായിട്ട് നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റും, അതിൻ്റെ ചലനങ്ങളൊക്കെ. അത്തരമൊരു ആന ജനവാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആളുകളെ ആക്രമിക്കാൻ ഇടയുള്ള ഇടങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നത് മുൻകൂർ തിരിച്ചറിയാനാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ മാർഗങ്ങളൊക്കെ. അതൊക്കെ അങ്ങ് വിസ്മൃതിയിലാവുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള വലിയ ആക്രമണങ്ങളിലേക്ക് വരുന്നത്. ഇനി അങ്ങനെ ഒരു ആന ഇത്തരത്തിലൊക്കെ ജനവാസ കേന്ദ്രത്തിലേക്ക് വരുന്നുവെങ്കിൽ ഒരു ജീപ്പിലൊരു അനൗൺസ്മെൻ്റ് എങ്കിലും അവിടങ്ങളിലൊക്കെ ഒന്ന് നടത്തിയ ആളുകളൊക്കെ ഒന്ന് കരുതിയിരിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള കാഷ്വാലിറ്റികളും അത്യാഹിതങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ വളരെ ലളിതമായ ലഘുവായ ഇടപെടലുകൾക്ക് പോലും നമ്മുടെ അധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് കാണണം. അലർട്ടല്ല എന്ന് പറയുന്നതിന് പകരം വരുന്ന പരാമർശങ്ങളൊക്കെ തന്നെയും ഒന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയുക, രണ്ട് മയക്കുവെടി ഏറ്റതുപോലെ എന്ന് പറയുക എന്നൊക്കെ പറയുമ്പോൾ വ്യക്തിപരമായ ആക്രമണമാവുന്നു. ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കാതെ രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങളിലേക്ക് പോകും. അല്ല, നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലും ഇടയിലൊക്കെ തന്നെയുണ്ട് ഇപ്പോൾ പറഞ്ഞതിൻ്റെയൊക്കെ ഉത്തരം. ഇതൊക്കെ വൈകാരിക വിക്ഷുബ്ധത നിറഞ്ഞ അന്തരീക്ഷങ്ങളാണ്. അവിടെയൊക്കെ മാൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഘട്ടം വരെ ജനപ്രതിനിധികൾക്ക് നേരെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊന്നും നമ്മൾ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ മറ്റൊന്ന് പറയട്ടെ, രണ്ടാമതായിട്ട് നടന്ന മരണത്തിൽ എത്രയോ മണിക്കൂറുകളാണ് ആ മനുഷ്യനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണോ വേണ്ടയോ ഇതിൻ്റെ ഒരു ഏകോപനമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഒരു തരത്തിലുള്ള ഇടപെടലിനും സാധ്യമല്ലാത്ത വിധം അദ്ദേഹത്തെ അവിടെ കിടത്തേണ്ടി വന്നത്. ഇങ്ങനെയൊക്കെയുള്ള വലിയ തോതിൽ അതൊരു അപകടം നടന്നതിൻ്റെ തൊട്ട് പിറകെ ഉണ്ടാകുന്ന സമാനമായ അപകടമാണ്. ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകളെ നമ്മൾ എത്തരത്തിൽ സമീപിക്കണം, എത്തരത്തിൽ അതിനെ വിലയിരുത്തണം എന്ന് നികേഷ് തന്നെ പറയണം, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് നമുക്കത് വിട്ടുകൊടുക്കാം. അപ്പം ഇത്തരം ആവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണാധികാരികൾക്കെതിരെ ജനരോഷം തിരിയും. അതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. ജനരോഷത്തിനൊപ്പം ജനവികാരത്തിനൊപ്പം നിൽക്കേണ്ട ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തകർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മുൻവിധികൾ അതിൽ ആരോപിച്ചിട്ട് കാര്യമില്ല.
ഇവിടെ ഏറ്റവും ചുരുങ്ങിയത് 10,000-കണക്കിന് ആളുകൾ അല്ലെങ്കിൽ 10,000-ത്തിനടുത്ത ആളുകളാണ് ഇപ്പോഴും ഈ കാടുമായി ബന്ധപ്പെട്ട് ഈ വന്യജീവി ആക്രമണത്തിനിരയായി ജീവൻ പിന്നെ പകുതിയെങ്കിലും നഷ്ടപ്പെടുകയോ ചലനശേഷിയില്ലായ്മയാവുകയോ കൃഷിഭൂമി നഷ്ടപ്പെടുകയോ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുകയോ ചെയ്തിട്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. അവരെക്കെങ്കിലും ഒന്ന് അനുഭാവപൂർണ്ണം പരിഗണിക്കാത്ത സർക്കാരിനെ, അതേത് പാർട്ടിയുടേതായാലും ജനങ്ങൾ കുറ്റം പറയും. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നമുക്ക് തടയാൻ കഴിയില്ല എന്ന് മാത്രമല്ല അത് സ്വാഭാവികമാണെന്ന് വിലയിരുത്തേണ്ടിയും വരും. ശ്രീ നൗഷാദ് അലി, OK ജോണി, വയനാട്ടുകാരനായ എഴുത്തുകാരൻ. നോക്കൂ ശ്രീ OK ജോണി, ഞങ്ങൾക്ക് വന്യമൃഗങ്ങളെ തടയാനാകുന്നില്ല, അവർ മനുഷ്യരെ കൊന്നിട്ട് പോകുന്നു എന്ന നിലയാണല്ലോ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇനിയും ഈ നിലയിൽ വന്യമൃഗങ്ങൾ ഇന്നിപ്പോൾ ഇത്രയധികം പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് മന്ത്രിമാർ വരുന്നത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. രണ്ട് പുലി ഇത് വയനാട്ടിൽ വന്നു പോയി എന്നത് നമ്മൾ കണ്ടതാണ്. OK ജോണി, അങ്ങനെയാണ് എങ്കിൽ ഇപ്പം കണ്ടിട്ടുള്ള വൈകാരികവും വിക്ഷുബ്ധവുമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ വലിയ അളവ് വർദ്ധിക്കാനുള്ള സാധ്യത, വയനാട് ആകെ തന്നെയും ഒരു പിരിമുറുക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളമാണ്? നികേഷ്, തീർത്തും അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വയനാട് ഉൾപ്പെടെ ഉള്ള വനമേഖലകളിൽ ഉള്ളത്. ഇന്ത്യ ഒട്ടുക്ക് ഉണ്ട്. ലോകമെമ്പാടും ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിലും നേരത്തെ നമ്മുടെ ഗവേഷകരൊക്കെ പറഞ്ഞതുപോലെ, നികേഷും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, നമ്മുടെ കാടിനുള്ളിൽ ആനകൾക്കും മൃഗങ്ങൾക്കും ഒന്നും അധിവസിക്കാൻ കഴിയാത്ത പലതരം സാഹചര്യങ്ങളുണ്ട്. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അടിയന്തര സാഹചര്യം വാസ്തവത്തിൽ ദൂരവ്യാപകമായ ഒരു വൻ വിപത്തിന്റെ സൂചനയാണെന്ന് ഭരണകൂടം തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി. ഇത് താൽക്കാലികമായ പരിഹാരങ്ങൾ ഒരു സമിതി ഉണ്ടാക്കി മോണിറ്റർ ചെയ്യുക എന്നൊക്കെ ഉള്ളതിലുപരി കാടിനുള്ളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്, കാട്ടിൽ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നതിന്റെ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കലാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പ്രാഥമികമായി ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒരു ഭരണകൂടവും ചെയ്യേണ്ടുന്നത്. അത് ചെയ്യുന്നതിന് പകരം ആപത്തുകൾ ഉണ്ടാകുമ്പോൾ വന്ന് ആളുകളെ ആശ്വസിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഈ സംഗതികൾ കൊണ്ടൊന്നും ഒരു സ്റ്റേറ്റിൽ മനുഷ്യരെ സംരക്ഷിക്കുക എന്നുള്ള പ്രാഥമിക ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. മനുഷ്യരുടെ മാത്രമല്ല, മൃഗങ്ങളുടെയും. മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുകയൊന്നും ചെയ്യുക എന്നൊക്കെ പറയുന്നത് പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയാണ്. അവയെ അല്ലാതെ തന്നെ സംരക്ഷിക്കാനുള്ള നിരവധി സംഗതികളുണ്ട്. ഇത്ര കാലമായിട്ടും ഇപ്പൊ 70കളിൽ ഈ വന്യമൃഗ സംരക്ഷണ നിയമങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷവും നമ്മൾ ഇതിന്റെ പെരുപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഗവേഷകർ പല മട്ടിലുള്ള പഠനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പഠനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആസൂത്രിതമായ ഒരു പദ്ധതി, മൃഗങ്ങളെയും മനുഷ്യരെയും സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കേണ്ടുന്ന കേരളത്തിലെ വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ തന്നെയാണ് കുറ്റവാളികൾ എന്ന് ഞാൻ പറയും. OK ജോണി, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾ വന്നു നമ്മളെ കൊല്ലുന്നു എന്ന് മാത്രമല്ല, ചികിത്സാ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയും വലിയ നിലയിലുള്ള പ്രതിഷേധത്തിന് കാരണമായി കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പക്ഷേ ആളുകളുടെയൊക്കെ സംശയം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ ഒരു നിർദ്ദേശം ഉയർന്നു വന്ന കാര്യം യോഗത്തിൽ ചർച്ചാ വിഷയമായി. വനാതിർത്തി പ്രദേശങ്ങളിലെ കന്നുകാലികളെ വിതരണം ചെയ്യുന്നത് കുറയ്ക്കണം. നമുക്ക് ഇതൊരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയൊന്നും അല്ലല്ലോ. അപ്പോൾ മന്ത്രി അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്, ഞങ്ങളത് ഔട്ട്റൈറ്റ് ആയിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷെ വനം വകുപ്പിന് അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ട് ശ്രീ OK ജോണി? അതെ 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 മന്ത്രി, നമ്മുടെ മന്ത്രി സഖാവ് MP രാജേഷിന്റെ നിലപാട് സ്വാഗതാർഹമാണ്. അങ്ങനെയാണ് അദ്ദേഹം. ഞാൻ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ രാജേഷിനെ പോലുള്ള ഒരാള് അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം അത് തിരുത്തി കേട്ടപ്പോൾ സന്തോഷവും തോന്നി. പക്ഷേ MP രാജേഷിനെ പോലുള്ള കേരളത്തിലെ ഒരു മന്ത്രിയും നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ജനവിരുദ്ധമായ നിലപാടുകളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്, അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘമാണ് ഇത്ര കാലവും നമ്മുടെ ഈ വന നിയമങ്ങളെയും വന്യമൃഗ സംരക്ഷണ നിയമങ്ങളെയും കൊണ്ടു നടന്നിരുന്നത്. അവരുടെ
ജനവിരുദ്ധ നിലപാടുകളാണ് ഇപ്പോഴും ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന, കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരല്ല, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പശുവിനെയും ആടിനെയും ഒക്കെ വളർത്തി പാല് വിറ്റ് ജീവിക്കുന്ന നികേഷ് നേരത്തെ സൂചിപ്പിച്ചു. അത്തരം മനുഷ്യരിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണോ? വനം സംരക്ഷിക്കാനും വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനും നിയുക്തരായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ മൃഗങ്ങൾക്ക് കാട്ടിൽ അധിവസിക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണോ തയ്യാറാവേണ്ടത്? അതിനു പകരം നാട്ടിലുള്ള മനുഷ്യർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി, വളരെ വിചിത്രമാണ് ജോണി. അതായത് വിചിത്രമെന്നല്ല പറയേണ്ടത്, ഇത് ജനവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായിട്ടുള്ള ഈ മാഫിയയാണ് കേരളത്തിലെ വനംവകുപ്പ്. ഏത് ഗവൺമെന്റ് വന്നാലും ഞാനിത് 30-35 വർഷമായി വയനാട്ടിൽ ഒരു മാധ്യമ പ്രവർത്തനം എന്നതിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. മാധ്യമങ്ങൾക്ക് പോലും റിപ്പോർട്ട് ചെയ്യാനാവാത്ത വിധം വലിയൊരു മാഫിയയാണ് കേരളത്തിലെ വനം വകുപ്പിനെ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മന്ത്രി ചൂണ്ടിക്കാണിച്ച ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ നിന്ന് വന്ന ഈ നിർദ്ദേശം. മന്ത്രി ഒരു ജനകീയനായിട്ടുള്ള ഈ വക കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം അത് ആ മീറ്റിംഗിൽ വെച്ച് തന്നെ നിഷേധിച്ചു എന്നത് സ്വാഭാവികം. പക്ഷെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയും ഈ ബ്യൂറോക്രസിയെ പറ്റിയും കേരള ഗവൺമെന്റ് അടിയന്തരമായി ആലോചിക്കണം. അവർ കൊടുക്കുന്ന ഈ റിപ്പോർട്ടുകളും മറ്റും അവിശ്വസനീയമാണെന്ന് മാത്രമല്ല അത് ജനവിരുദ്ധവും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നാട്ടിലെ മൃഗങ്ങളെ വളർത്താൻ പാടില്ല, വളർത്തുമൃഗങ്ങളെ വളർത്താൻ പാടില്ല എന്ന് പറയുന്നതിനോടൊപ്പം എന്നാൽ പിന്നെ കാട്ടിലെ ഇവരെ പോയി കാട് വളരുന്നതിന് പകരം അത് വെട്ടി പ്ലാന്റേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നികേഷ്, ഞാനൊരു ഇതിപ്പോ മുത്തങ്ങ സമരം നടന്നതിന്റെ 20ാം വാർഷികമാണ്. ഇന്ന് ഞാനൊരു കാര്യം നികേഷിന്റെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ ആദിവാസികൾ മുത്തങ്ങയിൽ കുടിൽ കെട്ടിയത് വാസ്തവത്തിൽ ഒരു നൈസർഗിക വനത്തിലല്ല. എത്രയോ മാവൂർ ഗോളിയർ റയൻസിന് വേണ്ടി ഈ വനം വകുപ്പ് കേരള ഗവൺമെന്റ് നട്ടുപിടിപ്പിച്ച യൂക്കാലിത്തോട്ടത്തിലാണ്. അവർ കാടല്ല അവർ കയ്യേറിയത്. ആ യൂക്കാലിത്തോട്ടം ഇപ്പോഴും യൂക്കാലിത്തോട്ടമായി വനംവകുപ്പ് സംരക്ഷിക്കുന്നു. 20 വർഷമായി അവിടുത്തെ ആദിവാസികളെ മർദ്ദിച്ച് പുറത്താക്കിയിട്ട്, എന്നിട്ട് ആ കാട് അവരുടെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാടായി സംരക്ഷിക്കാനെങ്കിലും അവർ തയ്യാറായിരുന്നെങ്കിൽ നമുക്ക് അതിനെ അനുകൂലിക്കണമായിരുന്നു. അവരിപ്പോഴും അതൊരു യൂക്കാലിത്തോട്ടമായി നിലനിർത്തിയിരിക്കുന്നു. ഇങ്ങനെ ഇവരെന്താ കേരളത്തിലെ വനം വകുപ്പ് ജനവിരുദ്ധമായ കേരളത്തിലെ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ഉണ്ടാക്കുകയാണോ വനമേഖല മാത്രം കൊണ്ടുള്ള? ഇവരുടെ ഈ ഇതൊരു വലിയ മാഫിയ സംഘമാണ്. എനിക്കിതിനെ കുറിച്ച് അറിയാം. നേരത്തെ ഇവിടെ ഒരു ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ ബന്ധു സജി പറഞ്ഞത് വാസ്തവമാണ്. ഇവിടെയുള്ള പല സന്നദ്ധ സംഘടനകളെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഇതൊരു വലിയ മാഫിയാണ്. എനിക്കറിയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ കാടിനും വന്യമൃഗങ്ങൾക്കും ദോഷം ചെയ്യുന്ന സെന്ന എന്ന ഈ വൃക്ഷം, എക്സോട്ടിക് മരം നട്ടുപിടിപ്പിച്ചത് കോടിക്കണക്കിന് രൂപ മുടക്കി നഴ്സറികൾ സ്ഥാപിച്ച് വനം വകുപ്പ് നട്ടുപിടിപ്പിച്ചതാണ്. ശരി, അവർക്കൊരു തെറ്റുപറ്റിയെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതൊരു ഗ്ലോബൽ അജണ്ടയുടെ ഭാഗമാണ്. നമ്മുടെ കൃഷിഭൂമി, നമ്മുടെ വനങ്ങൾ ഇതെല്ലാം നശിപ്പിക്കാനുള്ള ഗ്ലോബലായിട്ടുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കരുവാകുകയായിരുന്നു. അതിന്റെ പേരിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും കോടികൾ തട്ടിയെടുത്തു. ശ്രീ സെബാസ്റ്റ്യൻ പാലാമ്പറമ്പിൽ, നേരത്തെ ശ്രീ OK ജോണി ചൂണ്ടിക്കാണിച്ചതുപോലെ വനാതിർത്തിയിൽ ആടുമാടുകളെ വളർത്താൻ പാടില്ല എന്നു പറയുന്ന വനം വകുപ്പ് വനത്തിൽ പോയി പ്ലാന്റേഷൻ ഉണ്ടാക്കുകയാണ്. വനത്തിലെ വന്യമൃഗങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ നിമിഷവും വനം ഒരുപക്ഷെ വനമല്ലാതെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ അല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും. പക്ഷേ നമ്മുടെയൊക്കെ തന്നെയും ഓർമ്മക്കുറവാണ് എപ്പോഴും ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മുതലെടുക്കുന്നത്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. പറഞ്ഞോളൂ, കേൾക്കാം ശ്രീ സെബാസ്റ്റ്യൻ പാലാമ്പറമ്പിൽ. 2-3 കാര്യങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ കാണേണ്ടതുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചപ്പോഴും ഇപ്പോൾ നമ്മുടെ OK ജോണി സാർ സംസാരിച്ചതുമായ വിഷയത്തിൽ 3 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്നാമത്, ഈ മനുഷ്യരിൽ ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നത് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന ഈ ഫോറസ്റ്റ് വകുപ്പാണ്. കാരണം ആളുകൾക്ക് തോന്നുന്ന ഒരു ചിന്ത, ഗവൺമെൻറ്റാണോ വനം വകുപ്പിനെ നിയന്ത്രിക്കുന്നത്,
വനം വകുപ്പാണോ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് പോലും പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രസ്താവന ഈ നമ്മുടെ മൃഗങ്ങളെ വളർത്തുന്നത് സംബന്ധിച്ച് ഇത് ആദ്യത്തേതല്ല. ഇതിനു മുൻപ് ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. വന്യമൃഗങ്ങളെ ആകർഷിക്കുന്ന കൃഷിയിടങ്ങളിൽ ചെയ്യുന്നത് കൊണ്ടാണ് വനങ്ങളിൽ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നതെന്ന് ഇതേ വനം വകുപ്പ് തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം അത്തരത്തിൽ ഈ പറയുന്ന വാഴകൃഷി, അതുപോലെ തന്നെ ഈ പ്ലാവ്, മാവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊന്നും ഇനി കൃഷി ചെയ്യരുതെന്നാണ് അന്ന് അവർ കൊടുത്ത ഒരു നിർദ്ദേശം. തത്തുല്യമായ ഒരു നിർദ്ദേശമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള ധാരാളം എണ്ണം നമുക്ക് കാണിക്കാൻ പറ്റും. ഞാൻ ഇതിൻ്റെ ആശയത്തിലേക്ക് വരുന്ന ഇതാണ്, ഫോറസ്റ്റ് വകുപ്പ് തങ്ങളുടെ കയ്യിലുള്ള ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഗവൺമെൻറ്റിലേക്ക് വയ്ക്കുകയും ഗവൺമെൻറ് ഒരു പ്രത്യേക സമയത്ത് ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ ആശയം അവിടെ നിലനിൽക്കുകയും സാഹചര്യം വരുന്ന സമയത്ത് ഇത് പ്രയോഗിക്കുകയും ചെയ്യും. ഈ ഒരു ഉത്കണ്ഠ ജനങ്ങളുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഫോറസ്റ്റ് വകുപ്പ് എന്ന് പറയുന്നത് ഒരു സർക്കാരിന് മേലെയുള്ള ഒരു സംവിധാനം പോലെ പ്രവർത്തിക്കുകയാണ്. കാരണം അവർക്കൊരു നിക്ഷിപ്ത ലക്ഷ്യമുണ്ട്. ഇന്ത്യയുടെ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 1/3 വർദ്ധിപ്പിക്കണം എന്ന് കൃത്യമായ അവരുടെ അജണ്ടയുണ്ട്. എങ്ങനെയാണ് ഈ 1/3 വർദ്ധിപ്പിക്കുക? കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 892 ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് വർദ്ധിച്ചതായി കാണുന്നുണ്ട്. എങ്ങനെ വർദ്ധിച്ചു? ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നിലവിലിരിക്കുന്ന നിയമങ്ങളുടെ പരിമിതിയെക്കുറിച്ചാണ് സർക്കാരും കാര്യങ്ങളൊക്കെ പറയുന്നത്. നിലവിലിരിക്കുന്ന നിയമങ്ങളിൽ വലിയ സാധ്യതകളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും SOP രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന് കൃത്യമായി നിലവിലുള്ള നിയമത്തിലുണ്ട്. ഏതെങ്കിലും പഞ്ചായത്തിൽ ഈ SOP രജിസ്റ്റർ സൂക്ഷിക്കുകയോ അത് 3 മാസത്തിലൊരിക്കലും റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുകയോ പൊതുജനത്തിൻ്റെ മുൻപിൽ അത് പരിശോധനയ്ക്ക് വെക്കുകയും ചെയ്യണമെന്ന് നിയമം പറയുന്നില്ലേ? ഏതെങ്കിലും പഞ്ചായത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മുടെ വകുപ്പ് മന്ത്രി പരിശോധിച്ചിട്ടുണ്ടോ? പലപ്പോഴും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസിന് ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. വന്യമൃഗങ്ങളുടെ എണ്ണം സംബന്ധിച്ച് കൃത്യമായ കണക്ക് വനംവകുപ്പ് അവതരിപ്പിക്കാതിരിക്കുന്നതിലൂടെ നമ്മൾ സ്വൈര്യമായി ജീവിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ മേലെ ആന കുത്തി കയറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഫണ്ടിന് വേണ്ടി ഈ വലിയ പോപ്പുലേഷനെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നുള്ളതല്ലേ? അപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ കണ്ണിലൂടെ പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നില്ല. ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിൽ തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. നീലഗിരിയുടെ ഉദാഹരണം, അവിടെ നിന്ന് ആളുകളെ തുരത്താൻ, പ്രത്യേകിച്ച് അത് മലയാളി കർഷകരായതുകൊണ്ട് അതിനുവേണ്ടി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തന്നെയാണ് കേരളത്തിലെയും വനം വകുപ്പ് ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് നേരെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം മന്ത്രി രാജേഷ് പറഞ്ഞത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് മൃഗങ്ങളെ വളർത്താൻ പാടില്ല എന്നുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരുമെന്ന് അദ്ദേഹം അതിന് തള്ളിക്കളയുകയും സർക്കാർ അത് സ്വീകരിക്കില്ലെന്നും പറഞ്ഞത് നല്ല കാര്യം. ഞാൻ പറഞ്ഞത് ഇത് ഈ നീലഗിരി ബയോസ്ഫിയറിലെ മുഴുവൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അത് കേരളത്തിലെ മാത്രമല്ല കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലേതിന് സമാനമായ രീതിയിലാണ് ഈ സംഗതി നടക്കുന്നത്. ഇത് സുതാര്യമല്ല. ഇതൊരു രഹസ്യ അജണ്ടയുടെ ഭാഗമാണ്. പണ്ടൊക്കെ നമ്മൾ പറയാറില്ലായിരുന്നു ഈ ഗ്ലോബലൈസേഷന്റെ, ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മുടെ കാർഷിക മേഖലയെ ഇല്ലാതാക്കുക, നമ്മളെ സ്വയം പര്യാപ്തരല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ ആളുകളെ ഭൂരഹിതരാക്കി നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകളെ അഗതികളാക്കി മാറ്റുകയും ഈ കോർപ്പറേറ്റുകളുടെയും മറ്റുമൊക്കെ ഒരുതരം ആശ്രിതരാക്കി മാറ്റാനുള്ള അജണ്ടയുടെ ഒരു വലിയ അജണ്ടയുടെ ഒരു ഗ്ലോബൽ അജണ്ട എന്ന് അതിനെ വിശേഷിപ്പിക്കാമോ? ജോണി, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കാടിനി അസാധ്യമാണ്. അപ്പോൾ സാധ്യമായ ഇടങ്ങൾ തേടി നടക്കുകയാണോ ഈ ഗ്ലോബൽ ഏജൻസികൾ? ഞാൻ അതാണ് പറയുന്നത്. അതിന് ഏറ്റവും കറപ്റ്റായിട്ടുള്ള ബ്യൂറോക്രസി കേരളത്തിലായതുകൊണ്ട് ഒരുപക്ഷെ ബീഹാറിനേക്കാളും കൂടുതൽ കറപ്റ്റായിട്ടുള്ള, ഇപ്പോഴും കൊളോണിയൽ മൈൻഡ് സെറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്യൂറോക്രസി ഉള്ളത് കേരളത്തിലായതുകൊണ്ട് കേരളത്തിലാണ് ഇത് വളരെ വ്യാപകമായി നടക്കുന്നതെന്ന് എനിക്കും നികേഷിനും മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ അറിയാം. പക്ഷേ കേരളത്തിലെ വനം വകുപ്പ് ഇപ്പോൾ വളരെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള, കുറെ പണം കൊള്ളയടിക്കുക എന്നതിലുപരി മനുഷ്യർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന മട്ടിലുള്ള നയങ്ങളെ സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന മട്ടിലേക്ക് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാറിയിരിക്കുന്നു എന്നത് വലിയ ഒരു അപായ സൂചനയാണ്. ഇത് മനുഷ്യരും
വനം വകുപ്പും തമ്മിലുള്ള ഒരു വലിയ സംഘർഷമായിരിക്കും. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒന്നും അല്ല ഉണ്ടാകാൻ പോകുന്നത്. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ഒരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് ഇത് പോകാതിരിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ശാസ്ത്രീയമായ ചില എന്തുകൊണ്ട് കാട്ടിൽ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, അതിന് എന്തെല്ലാം നാടിനെയും കാടിനെയും വേർതിരിക്കാനുള്ള ശരിയാണ്. കാട്ടിലെ വന്യമൃഗങ്ങളുടെ പുനർവിന്യാസം അടക്കം അവിടുത്തെ പ്ലാന്റേഷൻ അടക്കമുള്ള വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മനുഷ്യരും വനം വകുപ്പും തമ്മിലുള്ള, മനുഷ്യനും ഭരണകൂടവും തമ്മിലുള്ള യുദ്ധമായി മാറാനുള്ള സാധ്യത നമ്മുടെ തൊട്ടു മുന്നിൽ നിൽക്കുന്നു എന്നാണ് OK ജോണി വിശകലനം ചെയ്യുന്നത്. നൗഷാദ് അലി, സെബാസ്റ്റ്യൻ പാലാമ്പറമ്പിൽ, ഒപ്പം തന്നെ സജി അജീഷിന്റെ ബന്ധു മന്ത്രി MB രാജേഷ് സഹകരിച്ചതിന് നന്ദി. Debate with MV Nikesh Kumar.